എവിടുന്നാ കിട്ടിയത്? ഇത് നമ്മുടെ ലുധിയാനയിലുള്ള കനാലിൽ നിന്ന് പിടിക്കുന്ന മീനാണ്. കനാലിലെ മീനാണോ? ഡാമൊക്കെ മീൻ, ഡാമിലെ മീന്. അതാണ് ഈ കാണുന്ന മീൻ. നല്ലതായിരിക്കും അല്ലേ? ആയിരിക്കണം. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ. എന്നിട്ടിപ്പോൾ ഈ മീനിൽ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കുറച്ചും കൂടി വേണ്ടി വരും, ഉപ്പും കുറച്ചധികം വേണ്ടി വരും. നമ്മൾ ഫ്രൈ ചെയ്യണേ. 2-3 ഫ്രൈ ചെയ്യാം. കുറച്ച് കറി ഉണ്ടാക്കാം. കുറച്ച് കറി. ഓക്കെ, എയർ ഫ്രൈ അല്ലേ? എണ്ണ അധികം ഒഴിക്കണ്ട. കുറച്ചുള്ളൂ. വെള്ളം ഒഴിച്ചോളൂ വേണമെങ്കിൽ. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പം ഉണ്ടാവില്ലേ? ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. വെള്ളം ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് കുറച്ചെടുത്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കയ്യിനൊരു നീറ്റലുണ്ട്. ഞാൻ ചെയ്യാത്തത് എൻ്റെ കൈ വളരെയധികം നീറും, അത് കാരണം. അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പൊ നിങ്ങളല്ലേ കുക്ക് ചെയ്യാന്ന് പറഞ്ഞേ? അത് കാരണല്ലേ. എന്റെ കൈ പൊട്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നില്ലേ. ഇനി ഇടത്തെ കൈയല്ലേ പൊട്ടിയേ? വലത്തെ കൈ കൊണ്ടല്ലേ കുക്ക് ചെയ്യണേ? വലത്തെ കൈയിലും പൊട്ടുണ്ട്. ഓക്കെ, അപ്പം അതായിരിക്കണോ? ഇനി തന്നെ ഫ്രിഡ്ജ് കയറ്റാം അല്ലേ? ചില്ലി ചിക്കൻ പോലെ ചില്ലി മീൻ ഉണ്ടാക്കിയാലോ? ചില്ലി ചിക്കൻ്റെ റെസിപ്പി അറിയോ? സിമ്പിളല്ലേ, ഇതേപോലത്തെ സെയിം റെസിപ്പി. ചെറിയ കുറച്ച് തട്ടിക്കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെടുത്തിട്ട് ഫ്രിഡ്ജ് മാരിനേറ്റ് ചെയ്യേണ്ടി വരും. ഈ തന്നെ സെയിം എടുത്താൽ മതിയോ? അത് തികയുണ്ടാവില്ല. നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് നമുക്കിതൊന്ന് കിട്ടിയതാണ് മീൻ മുട്ട. ഇതിന് ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാം. ഉപ്പ് അത്ര മതിയായിരിക്കുമോ? മതിയോ? അതേ ഇടണ്ട. പിള്ളേരാവാൻ പോകുന്നതിന് മുന്നുള്ള മുട്ട. ആദ്യം നമുക്ക് മുട്ട എന്താണെന്ന് അറിയുന്നത്. കണ്ടിട്ടുണ്ടായിരുന്നു മുട്ട. മീൻ മുട്ടയോ? എന്നിട്ട് ബാംഗ്ലൂരിലാണ് ഫസ്റ്റ് ടൈം മുട്ട കാണുന്നത്. അപ്പൊ നാട്ടില് മുട്ട കഴിച്ചിട്ടില്ല ഞാൻ. അതെന്താ അങ്ങനെ ഒരു വർത്താനം? മുട്ട കഴിച്ചിട്ടില്ല. നാട്ടില് കുട്ടികളെ കിട്ടിയുള്ളൂ. അതാണ് മുട്ട. ഇറ്റ്സ് നോട്ട് മുട്ട. അത് മുട്ടയാണ്. അല്ലെങ്കിൽ മത്തിടക്ക് കുഞ്ഞതായിരിക്കും, ഇത്ര പോന്ന അത്. പക്ഷെ അത് മുട്ടയാണേ. ഒരു കുഞ്ഞു മക്കളെ പോലെ തോന്നും. അത് കറക്റ്റ് ആയിട്ട് തിന്നാൻ കിട്ടുമല്ലോ. ഇതിങ്ങനെ പൊടിയായിട്ട് കിട്ടില്ല. ഇതിനല്ലേ പീരുണ്ടാക്കുക. മറ്റത് കറക്റ്റ് ഫ്രൈ ചെയ്യാൻ കിട്ടും. ചെറുത് മഞ്ഞപ്പൊടി. ഇത് നാടൻ മഞ്ഞപ്പൊടി ആവുകൊണ്ട് കുറച്ച് അധികം ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മില്ലിൽ പൊടിച്ച നാടൻ.
അത് കുറച്ചൊഴിച്ചാൽ മതി. അത് ഞാൻ ഫ്രൈ ചെയ്യുമ്പോഴേ പൊടിഞ്ഞോളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആവുണ്ടാവില്ല. എയർ ഫ്രൈ ചെയ്യുമ്പോൾ ആവില്ല. ഇത് മറ്റേതിലിട്ട് പൊട്ടിത്തെറിക്കും. തവയിലിട്ടിട്ട് ചെയ്യാന്നല്ലേ. മതി, അടച്ചു വെച്ചോ. ഇത് പൊട്ടിത്തെറിക്കുണ്ടാവും. ഒന്നായി, ഇതായി. ഇനി കുഞ്ഞുണ്ണിക്കുള്ള മീൻമുട്ട ജസ്റ്റ് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് അവൾക്ക് വേണ്ടി മാറ്റി വെച്ച മീൻമുട്ട അതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി അത് കൂടിയിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. കുറച്ചൊഴിച്ചാൽ മതി. അത് പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴേ. ഉപ്പിട്ടോ? കുറച്ചിട്ടാൽ മതി, കുറച്ച് മതി. വെള്ളത്തിലാണ് മാരിനേറ്റ് ചെയ്യണത്. ഇതൊരു കുക്കിംഗ് വീഡിയോ ആക്കാനുള്ള പ്ലാനിൽ തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് എല്ലാത്തിനും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിനെ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം.